ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യഥാർത്ഥത്തിൽ ഭക്തന്മാർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല, ചെയ്യാൻ അവർക്ക് കഴിയാതെ വരികയാണ്. നമുക്ക് ഒരു വചനഭാഗം ചിന്തിച്ച് പോകാം. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യം വായിച്ചാട്ടെ. ആവശ്യമായ കാര്യങ്ങളല്ലാതെ അധികമായ ഭാരം ഒന്നും നിങ്ങളുടെ മേൽ ചുമത്തരുതെന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, വ്യഭിചാരം എന്നിവയിൽ നിന്ന് അകന്നിരിക്കണം. ഇവയിൽ നിന്ന് നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുന്നത് നല്ലത്, ശുഭമായിരിക്കട്ടെ. എൻ്റെ ബൈബിളിൽ എഴുതിയേക്കുന്നു, താഴെ പറയുന്ന കാര്യങ്ങൾ ഒഴികെ മറ്റൊന്നുകൊണ്ട് നിങ്ങളെ ഭാരപ്പെടുത്തരുതെന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. അപ്പോസ്തലന്മാർ എഴുതുന്നത്, വിഗ്രഹാർപ്പിത ഭക്ഷണം, രക്തം, ശ്വാസം മുട്ടിച്ച് കൊന്നവ, വ്യഭിചാരം എന്നിവ നിങ്ങൾ വർദ്ധിക്കണം. ഈ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നത് നല്ലത്, നിങ്ങൾക്ക് മംഗളം. സത്യവേദ പുസ്തകം പറയുന്നു, ഇവ വർദ്ധിച്ച് കൊണ്ടെന്നാൽ നന്ന്, ശുഭമായിരിക്കും. എൻ്റെ ബൈബിളിൽ നിങ്ങൾക്ക് മംഗളമെന്ന് എഴുതിയേക്കുന്നു. വിശുദ്ധ സത്യവേദ പുസ്തകം ഇവയിൽ നിന്ന് തന്നെ നിങ്ങളെ സൂക്ഷിച്ചു കൊള്ളുന്നത് നല്ലത്, ശുഭമായിരിക്കട്ടെ എന്ന് പറയുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ കിങ് ജെയിംസ് വേർഷൻ്റെ ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയേക്കുന്ന, ഇഫ് യു കീപ് യുവർ സെൽഫ് ഫ്രം ദീസ് യു വിൽ ഡു വെൽ എന്ന് എഴുതിയേക്കുന്നു. ആംപ്ലിഫൈഡിൽ അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, യു വിൽ ഡു വെൽ, ഫെയർ വെൽ, ബ്രാക്കറ്റിൽ ബി സ്ട്രോങ്. ബലമായിരിക്കണമെങ്കിൽ, ശക്തനായിരിക്കണമെങ്കിൽ ഇത് ഒഴിഞ്ഞിരുന്നേ പറ്റുള്ളൂ എന്ന് എഴുതിയിരിക്കുന്നു. തമിഴ് ബൈബിളിൽ ഇത് നോക്കിയപ്പോൾ നിങ്ങൾ നന്നായിരിക്കേണ്ടതിന് അല്ലെങ്കിൽ ശുഭമായിരിക്കേണ്ടതിന് ഇവയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. അവിടെയാണ് അത് ഇച്ചിരി കൃത്യമായിട്ട് എഴുതിയേക്കുന്നത്, ശക്തമായിട്ട് എഴുതിയേക്കുന്നത്. നിങ്ങൾ നന്നായിരിക്കണമെങ്കിൽ, നന്നായിരിക്കേണ്ടതിന്, ശുഭമായിരിക്കേണ്ടതിന് നിങ്ങൾ ഈ 4 കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം. വിഗ്രഹങ്ങളാലുള്ള മാലിന്യം, വ്യഭിചാരം, ശ്വാസം മുട്ടിച്ചു കൊന്നവ, രക്തം എന്നിവയിൽ നിന്ന് ഒഴിഞ്ഞ് നിൽക്കണം. ആംപ്ലിഫൈഡ് പറയുന്നു, ബി സ്ട്രോങ്. ശക്തനാകണമെങ്കിൽ ഒഴിഞ്ഞിരിക്കണം, ശുഭമായിരിക്കണമെങ്കിൽ ഒഴിഞ്ഞിരിക്കണം, നന്നായിരിക്കണമെങ്കിൽ ഈ 4 കാര്യങ്ങൾ വിട്ടു നിൽക്കണം. ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കണം. ഇതിൻ്റെ ഏതെങ്കിലും ഒക്കെ തലത്തിലുള്ളതിൽ നിന്ന് ഒഴിഞ്ഞ് നിൽക്കണം എന്നാണ് ഇത് വ്യക്തമായിട്ട് എഴുതിയേക്കുന്നത്. എന്നാൽ മലയാളത്തിൽ വന്നപ്പോൾ ഒരു വേർഷൻ എഴുതി നിങ്ങൾക്ക് മംഗളം, വേറൊരു വേർഷൻ എഴുതി ശുഭമായിരിപ്പിൻ, വേറൊരു വേർഷൻ പറഞ്ഞ് ശുഭമായിരിക്കട്ടെ. എന്നാൽ ഇവയിൽ നിന്ന് ഒഴിഞ്ഞിരുന്നാലേ ശുഭമായിരിക്കുകയുള്ളൂ എന്ന് പറയേണ്ടിടത്ത് ചെറുതായിട്ടൊക്കെ പറഞ്ഞു എന്നങ്ങ് വരുത്തി അവരങ്ങ് തടിയൂരി. എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ കർശനമായി ചെയ്തില്ലെങ്കിൽ അത് കുഴപ്പമാകും, അത് പ്രശ്നമാകും, ഒഴിഞ്ഞിരുന്നേ മതിയാവൂ എന്ന് പറഞ്ഞില്ല. ഇതിനകത്തൊരു അപകടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്കും തോന്നി എന്ന് ആണ് എഴുതിയേക്കുന്നത്. ഇനി 2 കൊറിന്ത്യർ 13-14 വായിച്ചേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അതായത് ഈ സ്കൂളിലെ പിള്ളേർക്ക് ദേശീയ ഗാനം കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്, കാരണം സ്കൂൾ വിടാറായി. അതൊന്ന് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ബാഗ് എടുത്താൽ എടുത്തു, എടുത്തില്ല, എങ്ങനെയാലും ചാടി പുറപ്പെട്ട് പോവുക എന്നുള്ള ഒരു സന്തോഷം കുട്ടികളുടെ എല്ലാ ഉള്ളിലുണ്ടെന്നുള്ള വിവരം നമുക്കറിയാം. ഈ ഗാനം കേട്ടാൽ അറിയാം, പിന്നെ വീട്ടിൽ പോകാം. ഇതുപോലെ തന്നെ വിശ്വാസികളുടെ ഒരു വലിയ സന്തോഷമുള്ള കാര്യമായത്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇത് ആശീർവാദമാണെന്നറിയാം. എന്ന് പറഞ്ഞാൽ കയ്യോടെ ഇതിനകത്തുനിന്ന് രക്ഷപ്പെട്ടു പോകാം എന്നുള്ള ഒരു ധാരണ ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകും. പക്ഷേ ഇതിനകത്തൊരു ചെറിയ അപകടമല്ല, ചെറുതല്ലാത്തൊരു അപകടമുണ്ട്. അതായത് പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. പക്ഷേ അതിന് 3 കാര്യമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കൃപ വരണം, ദൈവത്തിൻ്റെ സ്നേഹം വരണം. അങ്ങനെയുള്ളിടത്താണ് പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും. ഇത് പറഞ്ഞിരിക്കുന്ന ഓർഡർ ആദ്യം പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ കൃപയെന്ന കൃപ, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം. ഇത് രണ്ടും കൂടെ വന്നു കഴിഞ്ഞിട്ടാണ് 3-ാമത്തെ കാര്യം പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ എന്തിനാണ് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് നമ്മൾ ആദ്യ അധ്യായങ്ങളിൽ തന്നെ പഠിക്കുന്നു. 1:8 പറയുന്നു, അവൻ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും.
ശക്തി പ്രാപിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ വ്യവസ്ഥ യേശുവിൻ്റെ കൃപ ലഭിക്കണം. രണ്ടാമത്തെ വ്യവസ്ഥ പിതാവിൻ്റെ സ്നേഹം ലഭിക്കണം. ഇത് രണ്ടും ലഭിച്ച ശേഷമാണ് പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നത് ഈ 4 കാര്യങ്ങൾ ഒഴിഞ്ഞു നിൽക്കണം. വിഗ്രഹാർപ്പിത ഭക്ഷണം അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ, രക്തം, ശ്വാസം മുട്ടിച്ച് കൊന്നവ, വ്യഭിചാരം. ഇത് ഒഴിഞ്ഞു നിൽക്കുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയൊന്നും ഉണ്ടാവില്ല എന്നത് സത്യം. പക്ഷേ പരിശുദ്ധാത്മാവിനെ പോലെ തോന്നിക്കുന്ന ഒരാത്മാവിൻ്റെ കൂട്ടായ്മ ഉണ്ടാകും. അത് വന്നു കഴിയുമ്പോൾ ഭയങ്കര അന്യഭാഷ ചുമ്മാ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ റിമ്പാന്നെല്ലാം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും പരിശുദ്ധാത്മാവിൻ്റെ അല്ലെന്നുള്ളത് 100% ഉറപ്പായ കാര്യമാണ്. യഥാർത്ഥ കാര്യം പറയാതെയും നടപ്പാക്കാതെയും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൂട്ടായ്മ നഷ്ടപ്പെടുത്തി കളയും. പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ, പരിശുദ്ധാത്മാവിനോടുള്ള യഥാർത്ഥ കൂട്ടായ്മ നഷ്ടപ്പെടുത്തി കളയും. ഇനി 2 കൊറിന്ത്യർ 12:20-21 വായിച്ചേ. ഞാൻ വരുമ്പോൾ ഞാൻ ഇച്ഛിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണുകയും നിങ്ങൾ ഇച്ഛിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയും ചെയ്യുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരു പക്ഷേ കലഹം, അസൂയ, ക്രോധം, ഭിന്നത, അപവാദം, ഏഷണി, നിഗളം, ക്രമക്കേട് എന്നിവ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുമോ എന്നും ഞാൻ വീണ്ടും വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ ഇടയിൽ താഴ്ത്തുവാനും പാപം ചെയ്തിട്ട് തങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന അശുദ്ധി, ലൈംഗിക തിന്മ, ദുഷ്കാമം എന്നിവയെക്കുറിച്ച് അനുദപിക്കാത്ത പലരെയും കുറിച്ച് ഖേദിക്കുവാനും ഇടവരുമോ എന്നും ഞാൻ ഭയപ്പെടുന്നു. ഇത് കൊരിന്ത് സഭയിലോട്ട് വീണ്ടും വരുന്ന കാര്യത്തെക്കുറിച്ച് പൗലോസ് എഴുതിയേക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ സഭയോടുകൂടി പറയുന്നത് കർത്താവായ യേശുക്രിസ്തു വരുമ്പോഴത്തേക്കും ഞാൻ വരുമ്പോൾ ഞാൻ ഇഷ്ടപ്പെടാത്ത വിധത്തിൽ നിങ്ങളെ കാണുകയും നിങ്ങൾക്കിഷ്ടമില്ലാത്ത വിധത്തിൽ നിങ്ങൾ എന്നെ കാണുകയും ചെയ്യുമോ എന്ന് ഭയപ്പെടുന്നു. ശണ്ഠ, ഈർഷ്യ, ക്രോധം, ഭിന്നത, അപവാദം, ഭീഷണി, അഹങ്കാരം, കലഹം എന്നിവ ഉണ്ടായിരിക്കുമോ എന്നും എനിക്ക് ആശങ്കയുണ്ട്. ആശങ്കപ്പെടാനൊന്നുമില്ല പരിശുദ്ധാത്മാവേ, ഇത് ആശങ്കയായിട്ടൊന്നും വേണ്ട. ഇതിപ്പോൾ എല്ലായിടത്തും ഉണ്ട് എന്നുള്ളത് സത്യം. ശണ്ഠയും ഈർഷ്യയും ക്രോധവും ഭിന്നതയും അപവാദവും ഭീഷണിയും അഹങ്കാരവും കലഹവും ഇവയെല്ലാം സഭകളിൽ ഇന്ന് ധാരാളമായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതേ ഉള്ളു സഭയിൽ. ഞാൻ വീണ്ടും വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ മുമ്പിൽ താഴ്ത്തുമെന്നും പാപം ചെയ്തിട്ട് തങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന അശുദ്ധി, ലൈംഗിക അധർമ്മം, വ്യഭിചാരം എന്നിവയെപ്പറ്റി അനുദപിക്കാത്തവരെ പറ്റിയും സങ്കടപ്പെടേണ്ടി വരുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇവിടെ താക്കുന്ന വിഷയമൊന്നും കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ ഉണ്ടാകുന്നില്ല. പക്ഷേ ഇതെല്ലാം സഭയ്ക്കകത്തുണ്ടാകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അശുദ്ധി, ലൈംഗികാധർമ്മം, വ്യഭിചാരം എന്നിവയെപ്പറ്റി അനുദപിക്കാത്ത പലരെ പറ്റിയും സങ്കടപ്പെടേണ്ടി വരുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് പൗലോസ് എഴുതിയേക്കുന്നത്. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ ഒരു പ്രധാന വിഷയം എന്ന് വെച്ചാൽ എന്തും കാണിക്കും. ഇപ്പം ന്യൂജൻ സഭകളിലൊക്കെ പ്രധാന വിഷയം, ന്യൂജൻ സഭയൊന്നുമല്ല സകല സഭയുണ്ട്, വിശുദ്ധ ചുംബനമാണ് ഇപ്പോഴത്തെ ഒരു പ്രധാന വിഷയം. പെണ്ണുങ്ങളെല്ലാം ഓടി നടന്ന് ശുശ്രൂഷകന്മാർ വിശുദ്ധ ചുംബനം. വിശുദ്ധ ചുംബനം എപ്പോഴെങ്കിലും ഇഷ്ടക്കേട് തോന്നിക്കഴിഞ്ഞാൽ അത് പിന്നെ പീഡനമാകും, പിന്നെ കേസാകും, പിന്നെ പിടിക്കപ്പെടും. ഈ അടുത്ത കാലത്ത് തമിഴ്നാട്ടിൽ സ്റ്റേജിൽ കിടന്ന് ഇളകി മറിഞ്ഞുകൊണ്ടിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, കൂത്താടിക്കൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു. അവസാനം വിശുദ്ധ ചുംബനത്തിൻ്റെ പേരിൽ തന്നെ അത് അവസാനം കുടുങ്ങി. ഇനി കേരളത്തിലെ ഇപ്പോൾ പലതും എന്നാന്ന് വെച്ചാൽ ആരും നേരെ പരാതി കൊടുക്കാത്തതുകൊണ്ടും തെളിവ് സഹിതം പിടിക്കാത്തത് കൊണ്ടുമൊക്കെയാണ്. ഒന്നുമില്ലെങ്കിലും വിശുദ്ധി പ്രസംഗിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിലാകേണ്ടത് 2 കൊറിന്ത്യർ 13:8 വായിച്ചേ. സത്യത്തിന് അനുകൂലമല്ലാതെ സത്യത്തിന് പ്രതികൂലമായി ഞങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ലല്ലോ. സത്യത്തിന് അനുകൂലമായിട്ടല്ലാതെ പ്രതികൂലമായി ഒന്നും ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്നാണ് പൗലോസ് എഴുതി വച്ചിരിക്കുന്നത്. അതായത് സത്യത്തിന് അനുകൂലമല്ലാതെ പ്രതികൂലമായിട്ട് ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിവില്ലെന്നാണ് എൻ്റെ ബൈബിളിൽ എഴുതിയേക്കുന്നത്. ഞങ്ങൾക്ക് കഴിവില്ല. ഈ അനേക വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ അവർ ഈ ലോകപ്രകാരം മിടുക്കന്മാരാകാത്തത് ഇതുകൊണ്ടാണ്. പലരും കൂട്ടായ്മകൾ തുടങ്ങിയിട്ട് അത് എണ്ണത്തിൽ പെരുകാത്തതും ഒക്കെ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ നോർമലായ രീതിയിലുള്ള വളർച്ചയെ അതിനുണ്ടാകുള്ളൂ. അല്ലാത്ത രീതിയിൽ ഇതിനെ സൗഖ്യങ്ങൾ മാർക്കറ്റ് ചെയ്യാനോ ഒന്നും, അത് കൃത്യമായി സൗഖ്യങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നവർ കേരളത്തിലുണ്ടെന്ന് തെളിവ് സഹിതം വെളിവിട്ടിട്ടും ലോകത്തിലുള്ള സകല തട്ടിപ്പുകളുടെയും ഒരു വിളതലമായി കേരളം മാറുന്നത് കൊണ്ടും ഈ ജനം അങ്ങനെ അതൊക്കെ ആഗ്രഹിക്കുന്നത് കൊണ്ടും ഇവിടെ ഇന്നും ഇത് നിലനിൽക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിലുള്ളവർക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ, സത്യത്തിന് അനുകൂലമല്ലാതെ പ്രതികൂലമായി ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവരാണെന്നാണ്
ഇവർ പറയുന്നത്. അതുകൊണ്ടാണ് അനേക ഭക്തന്മാർക്ക് ഒരു പരിധി കൂടുതൽ ഒന്നും ആയി മാറാനും പറ്റാത്തത്. കാരണം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കനുസരിച്ചേ പോകാൻ പറ്റുള്ളൂ. ലോകപ്രകാരം വിജയിക്കണമെങ്കിൽ സകലവിധ കൊടരതായികളും കാണിക്കേണ്ടിയും വരും. അതിന് കഴിവില്ല എന്ന് അവർ പറയുക. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, ലോകത്തിന് എത്ര ദിവസം ആയുസ്സുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നില്ല. എന്നാൽ ദൈവമേ, അങ്ങയുടെ വചനം എന്നേക്കും നിലനിൽക്കുന്നതും അങ്ങയുടെ രാജ്യം എന്നേക്കും നിലനിൽക്കുന്നതുമാകയാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതത്തോടെ ഭൂമിയിൽ തൻ്റെ ജീവിതം ജീവിച്ച് തീർക്കുമ്പോൾ കർത്താവേ, അങ്ങയുടെ രണ്ടാമത്തെ വരവുങ്കൽ അങ്ങ് സ്ഥാപിക്കുന്ന പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും അങ്ങയോടൊപ്പം അനേക വർഷങ്ങൾ ജീവിച്ചിരിക്കുവാൻ, കർത്താവെ സത്യത്തിന് വേണ്ടി നിലനിൽക്കുവാൻ ഇന്ന് ഞങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളെ നടത്തുമ്പോൾ ഞങ്ങൾക്ക് പലതിനും കഴിവില്ല. അത് ഞങ്ങളുടെ ബലഹീനതയല്ല, ഞങ്ങളുടെ കുറവല്ല. ദൈവവചനത്തിൽ പ്രകാരം നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വരുന്ന കുറവാണ്. ആയതിനാൽ ഞങ്ങളത് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ആ കുറവ് ഞങ്ങൾക്കൊരു ആത്യന്തികമായ കുറവാവില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ പലതിലും ഞങ്ങൾക്ക് വിജയിക്കാൻ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് ഞങ്ങൾ അറിയുമ്പോൾ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക്, ദൈവസന്നിധിയിലേക്ക് സകലതും പരമേൽപ്പിക്കുന്നു. അങ്ങെല്ലാം യോഗ്യമായി ചെയ്ത് അനുഗ്രഹിക്കണമേ. കുറവുള്ളതൊക്കെയും അങ്ങ് പരിഹരിക്കണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.